നമസ്കാരം. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിന് മാത്രമായൊരു മാജിക് ഉണ്ട്, അല്ലെങ്കിൽ മാന്ത്രികതയുണ്ട്. അത് കണ്ടുപിടിച്ചത് ഇടതുപക്ഷമാണ്. മന്ത്രവാദത്തിലും തന്ത്രവിദ്യയിലും വിശ്വാസമില്ലെങ്കിലും ജനങ്ങൾ നടത്തുന്ന ഈ മാജിക്കിനെ വിശ്വസിക്കുന്നുണ്ട് VS സുനിൽകുമാറും ഒപ്പം തന്നെ ഇടതുപക്ഷവും. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മാജിക് അല്ലെങ്കിൽ മാന്ത്രികത ആവർത്തിക്കുമോ എന്നാണ് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം ഉറ്റുനോക്കുന്നത്. പക്ഷേ അത്തരമൊരു സാധ്യതയും ഉണ്ടാവില്ല എന്നാണ് കോൺഗ്രസും BJPയും ഒക്കെ ഉറപ്പിച്ചു പറയുന്നത്. എന്നാൽ വോട്ടെണ്ണുമ്പോൾ ജനങ്ങളുടെ മാജിക് വ്യക്തമാകുമെന്ന് തന്നെയാണ് LDF ഉറപ്പിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നടന്ന ത്രികോണ മത്സരത്തിൻ്റെ ഫലം ഇടതുപക്ഷ വിജയമായിരുന്നു. CPI സ്വന്തം വോട്ട് നിലനിർത്തിക്കൊണ്ടാണ് വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത് എന്നുള്ളതാണ്. എന്നാൽ UDFൻ്റെ വോട്ട് വൻതോതിൽ സുരേഷ് ഗോപി ചോർത്തുകയും BJP വോട്ടുകൾ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ തോൽവി അടയുകയും ചെയ്തതാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ്. 946 വോട്ടിനായിരുന്നു CPIയിലെ P. ബാലചന്ദ്രൻ്റെ വിജയമെന്ന് പറയപ്പെടുന്നത്. 44,263 വോട്ട് ബാലചന്ദ്രനും 44,317 വോട്ട് പത്മജയും പിടിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടിയത് 40,457 വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതായത് ശക്തമായ മത്സരത്തിൽ സ്വന്തം വോട്ട് പിടിച്ച CPI വിജയിക്കുകയായിരുന്നു എന്നത് വ്യക്തം. സ്വന്തം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് നഷ്ടമായിട്ടും പൊതുവെ വോട്ട് കൂടുതൽ പിടിച്ച കോൺഗ്രസും പുറത്തുനിന്ന് വോട്ട് പിടിച്ച BJPയും അവിടെ തോൽക്കുകയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സാഹചര്യം. ഇതേ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭ പോലെ ഇത്തവണയും ത്രികോണ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. കളം അല്പം വലുതെന്ന് മാത്രം. കഴിഞ്ഞ നിയമസഭയിലെ അതേ കടുത്ത മത്സരം ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തം. CPM സംസ്ഥാന നേതൃത്വം നടത്തിയ വിലയിരുത്തലിലെ ഉറപ്പായ 4 സീറ്റിൽ തൃശ്ശൂർ ഇല്ല എന്നുള്ളത് മറ്റൊരു സാധ്യതാ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ്. സാധ്യതാ പട്ടികയിൽ ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയം ചുരുങ്ങിയത് 45,000 വോട്ടിനെങ്കിലും ആകുമെന്നാണ് ഇടതുമുന്നണിയുടെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. പുതുക്കാട് ഒരു 12,000 വോട്ടിനും ഗുരുവായൂരിൽ ഒരു 10,000 വോട്ടിനും നാട്ടികയിൽ ഒരു 15,000 വോട്ടിനും മണലൂരിൽ ഒരു 5,000 വോട്ടിനും ഒല്ലൂരിൽ ഒരു 7,000 വോട്ടിനും ലീഡ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു കണക്കുകൂട്ടൽ സുനിൽകുമാറിന് വേണ്ടി. ചുരുങ്ങിയത് 45,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷം ആണ് ഇവിടുത്തെ പ്രതീക്ഷ എന്ന് പറയപ്പെടുന്നത്. ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരിലും ഭൂരിപക്ഷം ഉണ്ടാകില്ല എങ്കിലും തകർച്ചയുണ്ടാകില്ല എന്നൊരു കണക്കുകൂട്ടൽ കൂടി അവർക്കുണ്ട്. നാട്ടികയിലും ഗുരുവായൂരിലും VS സുനിൽകുമാറിൻ്റെ വ്യക്തിഗത പരിചയത്തിന് അവിടെ വലിയ സ്വാധീനമുണ്ടെന്ന് ഇടതുമുന്നണി അവകാശപ്പെടുകയും ചെയ്തു. ഇതാണ് മാജിക് എന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. അതേസമയം തങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് BJP സംസ്ഥാന നേതൃത്വം നൽകിയ കണക്കിൽ ജില്ലാ നേതൃത്വം ഉറപ്പിച്ച് പറയുന്നുണ്ട്. തൃശ്ശൂർ, ഗുരുവായൂർ, നാട്ടിക ഇവിടങ്ങളിലെ ഭൂരിപക്ഷം കൊണ്ട് മാത്രം വിജയിക്കാമെന്നാണ് BJPയുടെ കണക്കുകൂട്ടലുകൾ തന്നെ. അതായത് ഈ ക്രൈസ്തവ വിഭാഗത്തിൽ ചെറിയൊരു ഭാഗം കിട്ടിയാലുള്ള കണക്കാണ് BJP ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവർ എന്നോടൊപ്പം നിൽക്കുമെന്നാണ് കരുതുന്നത്. തീരദേശത്ത് തങ്ങൾക്ക് ഭൂരിപക്ഷമില്ലാത്ത 4 വാർഡുകളിൽ 6% വരെ പോളിംഗ് കുറഞ്ഞതും തങ്ങൾക്കുള്ള സ്വാധീനമുള്ള ഗുരുവായൂരിലും പരിസരത്തുമൊക്കെ പോളിംഗ് കൂടിയതും നേട്ടമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടുള്ള വോട്ടിംഗ് നടന്നാൽ പോലും 25,000 വോട്ടിന് സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ എന്നാണ് അറിയാൻ കഴിയും. ജില്ലാ നേതൃത്വം സ്ത്രീകളും യുവ വോട്ടർമാരും നന്നായി തുണച്ചാൽ ഭൂരിപക്ഷം 50,000 കടക്കുമെന്നും നേതൃത്വത്തിൻ്റെ കണക്കുകളിൽ പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ കണക്കും ആത്മവിശ്വാസവും ശക്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂരിൽ മോദി അവസാന 4 ദിവസങ്ങളിൽ നടത്തിയ പ്രസംഗത്തിൽ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ അത് വളരെ വലിയ തോതിൽ അടിയൊഴുക്കുണ്ടാക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, മണലൂർ, ഒല്ലൂർ എന്നിവിടങ്ങളിലെല്ലാം ഇത് വൻതോതിൽ തങ്ങളെ സഹായിക്കുന്നതാണ് എന്നുള്ളൊരു കണക്കുണ്ട്. ഇവിടെ നിന്ന് മാത്രമായി ഏകദേശം 75,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം കിട്ടും. അത് മറികടക്കാൻ LDFനോ BJPക്കോ ആകില്ല എന്നുള്ള കോൺഗ്രസിൻ്റെ വിലയിരുത്തലും വരുന്നുണ്ട് എന്നതാണ്. പക്ഷേ അതേസമയം നമ്മൾ ഈ സമുദായ വോട്ടിൽ എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അതായത് ഈഴവ തീരദേശ സമുദായ വോട്ടുകൾ അത് തങ്ങളുടെ ശക്തി കൂട്ടുമെന്ന് തന്നെയാണ് SNDP പോലുള്ള സംഘടനകൾ. ആ സംഘടനകൾ മുഴുവൻ സമയവും രംഗത്തുണ്ടായിരുന്നുവെന്നും BJPയുടെ ഒരു കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത്. അവർക്ക് അങ്ങനെയുള്ള സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതായിരിക്കും ഇത്തവണ അട്ടിമറിയുടെ ഒരു കാരണമെന്ന് BJP പറയുന്നുണ്ട്. കാരണം വല്ലാതെ ഈഴവ വോട്ടുകൾ ലഭിക്കുമെന്ന്. എന്നാൽ ഈഴവ മുസ്ലിം സമുദായവുമായി സുനിൽകുമാറിന് ഒരു വലിയ ബന്ധമുണ്ട്. ഈ സാമുദായിക വോട്ടുകൾ ഉറപ്പിച്ചു നിർത്തുന്നു. അത് ഇടതുമുന്നണിക്ക് അനുകൂലമായി. ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെയാണ്, ഇടതുമുന്നണിക്ക് അനുകൂലമാകുമെന്നുള്ളതാണ്. സമുദായങ്ങൾക്കും അപ്പുറത്തേക്ക് വന്ന ഇന്ത്യ എന്ന വികാരത്തിലാണ് ന്യൂനപക്ഷ വോട്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളോടൊപ്പം കൂടുതൽ അകലം പാലിക്കാത്ത ഒരു
സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ സാധ്യതകളെ കോൺഗ്രസ് തള്ളിക്കളയുന്നില്ല. ഒപ്പം തന്നെ ദേശീയ നേതൃത്വം ഇവരുടെ ദേശീയ ഹൈക്കമാൻഡൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് തൃശ്ശൂരിൽ കെ മുരളീധരൻ വിജയിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ മാജിക്ക്, ഈ മാന്ത്രികത എന്തായിരിക്കുമെന്നറിയേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബാലേന്ദ്രൻ നേടിയെടുത്ത അതേ വിജയം ഒരല്പം കൂടി വലിയ ഒരു ക്യാൻവാസിൽ നിൽക്കുന്ന തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണ BS സുനിൽകുമാർ നേടിയെടുക്കുമെന്നുള്ള ഒരു വിജയപ്രതീക്ഷ അത് ഇടതുമുന്നണി വെക്കുന്നുണ്ട്. ഇടതുമുന്നണിക്ക് സാമുദായിക തീരദേശ മേഖലകളിൽ നിന്നുള്ള വോട്ടുകൾ, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ, പിന്നെ ഈ CPM CPIയുടെ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ, അങ്ങനെ ആ വോട്ടുകൾ വളരെ കൃത്യമായി CPMന് ലഭിക്കും, അല്ലെങ്കിൽ CPIക്ക് ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇടതുമുന്നണിക്ക് വിജയസാധ്യത വളരെ കൂടുതലുള്ള മേഖലയാണ് തൃശ്ശൂർ എന്നുള്ള ഒരു മാന്ത്രികത ഉണ്ടാകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കാരണം ഈ പറഞ്ഞ മോദി ഇഫക്റ്റോ അല്ലെങ്കിൽ മോദിയുടെ വരവ് കൊണ്ടുള്ള ഗുണം സുരേഷ് ഗോപിക്ക് ലഭിക്കുമെന്ന് പറയുന്ന മാധ്യമ വാർത്തകളോ ഒന്നും തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നില്ല. തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നത് VS സുനിൽകുമാർ തന്നെയായിരിക്കുമെന്ന് ഇടതുപക്ഷം വല്ലാതെ മോഹിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും തൃശ്ശൂർ ഈ LDFൻ്റെ അല്ലെങ്കിൽ CPM കണക്കാക്കുന്ന വിജയമണ്ഡലങ്ങളിൽ ഒന്നാണോ എന്നുള്ളത് CPM ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം CPIയുടെ പല സീറ്റുകളിലും വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് CPM ഇതുവരെയും അവകാശപ്പെടുന്നില്ല. പല സീറ്റുകൾ 4 സീറ്റുകളിലും അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട്. തിരുവനന്തപുരത്ത് അടക്കം അത്തരത്തിൽ തന്നെയാണ് CPM നോക്കിക്കാണുന്നത്. തിരുവനന്തപുരത്ത് പരാജയം ഉറപ്പിക്കുന്ന മട്ടാണ്. ഇവിടെ തൃശ്ശൂരിൽ CPI കണക്കാക്കുന്ന മാന്ത്രികതയൊക്കെ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ, ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ, ഇതൊക്കെ BJPക്ക് അനുകൂലമാവുകയാണെങ്കിൽ BJP ഒരു 25,000 വോട്ടുകൾക്ക് വിജയിക്കുവാനുള്ള സാധ്യത. അതേസമയം സാമുദായിക തീരദേശ മേഖലകളിലെയും ന്യൂനപക്ഷങ്ങളുടെയും വോട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് കോൺഗ്രസിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ 50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ മുരളീധരന് വിജയസാധ്യത. ഇനി ഇതൊന്നുമല്ല, ഈ പറഞ്ഞ മാന്ത്രികത തന്നെയാണ് ഇടതുപക്ഷം കൽപ്പിക്കുന്ന മാന്ത്രികത, ആ ഒരു മാജിക്കാണ് അവിടെ സംഭവിക്കുന്നതെങ്കിൽ VS സുനിൽകുമാർ 45,000 വോട്ടുകൾക്ക് വിജയിക്കുവാനുള്ള സാധ്യത. ഇത് ഓരോ മുന്നണികളും മനപ്പായസം ഉണ്ണുകയാണ് തൃശ്ശൂരിനെ ഓർത്ത്. ഇങ്ങനെ 20 മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള മനപ്പായസ കണക്കുകൾ നടക്കുന്നുണ്ട്. മലർക്കുപിടിക്കാരൻ്റെ സ്വപ്നമായി മാറുമോ ഈ സുനിൽകുമാറിൻ്റെ വിജയപ്രതീക്ഷ എന്ന് മാത്രമാണ് അറിയേണ്ടത്.